ആലേഖനം ചെയ്ത സ്വർണ്ണ ലോക്കറ്റ് നൽകുന്നതിന് സെക്രട്ടറി ശ്രീ കെ ശരത് കുമാറിനെ വേദിയിലേക്ക് ക്ഷണിക്കുന്നു. പുരസ്കാര തുക മോഹൻലാലിന് നൽകുന്നതിന് ട്രഷറർ ശ്രീമതി എ ഗീതാകുമാരി അവരെ വേദിയിലേക്ക് ക്ഷണിക്കുന്നു. താങ്ക് യു സർ. മറുപടി പ്രസംഗത്തിനായി നമ്മൾ ഏവരും കാത്തിരുന്ന നമ്മുടെ സ്വന്തം ലാലേട്ടനെ വേദിയിലേക്ക് ക്ഷണിക്കുന്നു. ബഹുമാനപ്പെട്ട അധ്യക്ഷൻ, വേദിയിൽ സദസ്സിലെ സഹോദരി സഹോദരന്മാരെ, ഭക്തജനങ്ങളെ, എല്ലാവർക്കും എൻ്റെ ഗംഭീരമായ നമസ്കാരം. വാക്കുകൾ അപ്രസക്തമാകുന്നൊരു വൈകാരിക വ്യക്തിയാണ് ഞാനിന്ന് ദേവീ സമിതിയിൽ അകം നിറയെ അമ്മയാണ് സംസാരിക്കുന്നത്. പിന്നെ ഈയിടെ മാത്രം എന്നെ വിട്ടുപോയ എൻ്റെ സ്വന്തം അമ്മയുടെ നിറവാർന്ന ഓർമ്മകളും മനസ്സിൽ നിലനിൽക്കുകയാണ്. എൻ്റെ അമ്മ ശ്രീയാറ്റുകാൽ ദേവിയുടെ കടതീർന്ന ഭക്തയാണ്. ജീവിച്ചിരുന്നെങ്കിൽ ഇന്ന് ഏറ്റവും സന്തോഷിക്കുക അമ്മയായിരിക്കുമെന്ന് എത്രയോ വർഷങ്ങൾ അമ്മ പൊങ്കാല സമർപ്പിച്ചു. ഏറെ ആരാധിക്കുന്ന ആറ്റുകാലമ്മയുടെ തിരുമുറ്റത്ത് ഈ ചടങ്ങിൽ നിൽക്കുന്നത് സുഗതമായി തന്നെ അമ്മ കണക്കാക്കുന്നത്. നമ്മൾ തിരുവനന്തപുരത്തുകാർക്ക് ആറ്റുകാലം ആറ്റുകാൽ പൊങ്കാല തലസ്ഥാനത്തിൻ്റെ തിരുവോണം. ഏതൊരു തിരുവനന്തപുരത്തുകാരനെ പോലെയും എൻ്റെ കൗമാരവും ആറ്റുകാല അമ്പല ദർശനവും പൊങ്കാല അനുഭവമായി നിറഞ്ഞു നിൽക്കുന്നുണ്ട്. എൻ്റെ കുട്ടിക്കാലത്തെ ഓർമ്മകളിൽ ആറ്റുകാൽ ക്ഷേത്രം ഇത്രയും വികസിച്ചു. തിരുവനന്തപുരത്തിൽ ക്ഷേത്രത്തിന് ചുറ്റുവട്ടത്തിൻ്റെ വിസ്തീർണ്ണങ്ങളിലും തൊട്ടുവശത്തുള്ള ദേവി കല്യാണ മണ്ഡപവും പിന്നീടാണ് വരുന്നത്. ആദ്യം അതായിരുന്നു വാഹനങ്ങൾ നിർത്താനുള്ള എന്നാണ് ഞാൻ നോക്കുന്നത്. ബാക്കി ചുറ്റുപാട് വയലുകളായി. പൊങ്കാല ദിവസമാകുമ്പോൾ ഈ ചുറ്റുപാട് മുഴുവൻ അടുപ്പുകളും മുടവരിനുള്ളിൽ താമസിച്ച ജനങ്ങൾ പൂജപ്പുരയിലൂടെയും കരമുറയിലൂടെയും ആറ്റുകളിലേക്ക് പോയിട്ട് വിളക്ക് കെട്ടി ഘോഷയാത്രകൾ നിങ്ങൾക്കത് ഉത്സവമായി. സപ്രമഞ്ജലിൽ ദേവി രൂപമുണ്ടാക്കി ചുഴലിലേറ്റി ക്ഷേത്രത്തിലേക്ക് നെയ്യാണ്ടി വെള്ളത്തോടെ ഗ്യാസ് ലൈറ്റുകളുടെ അകമ്പടിയോടെ ആനയിക്കുന്ന ഓരോ പ്രദേശത്തിൽ നിന്നുള്ള ആഘോഷയാത്രകൾ തിരുവനന്തപുരത്തുകാരുടെ ചക്രമുള്ള സപ്രമഞ്ജലിൻ്റെ പ്രാദേശിക രൂപമായിരിക്കുമെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. എന്നത് വിളക്കുകെട്ട് എന്നാണ് അറിയുന്നത്. പൊങ്കാല മറ്റൊരു ആഘോഷമാകാൻ കാരണം പൊങ്കാലയുടെ തലേന്ന് കിഴക്കേക്കോട്ട ശ്രീ പത്മനാഭ തിയേറ്ററിലും വെള്ളിപ്പാട് ശിവ തിയേറ്ററിലുമൊക്കെ സെക്കൻഡ് ഷോയ്ക്ക് ശേഷം നടത്തിയിരുന്ന സ്പെഷ്യൽ തേർഡ് ഷോകളാണ്. മിക്കവാറും ചിത്രങ്ങളൊക്കെ പുണ്യപുരാണ ചിത്രങ്ങളായിരുന്നു. പൊങ്കാലയ്ക്ക് വരുന്ന ഭക്തർക്ക് രാത്രി ഒന്നിച്ചിരിക്കാൻ 1,00,000 തിയേറ്ററുകൾ അന്ന് 3ാം ഷോ സംഘടിപ്പിച്ചിട്ടുണ്ട്. അങ്ങനെ എന്തെല്ലാം ഗ്രഹാതുര സ്മരണകളുണ്ട് ആറ്റുകാൽ പൊങ്കാല എന്ന് പറയുന്നത്. അന്നൊക്കെ പൊങ്കാല ദിവസം പോലും നടന്ന ആറ്റുകാൽ അമ്പലം വരെ വരാനാവുമായിരുന്നു. അത്യാവശ്യം 2 വീലറിൽ വരാൻ കുറേ കഴിഞ്ഞപ്പോൾ ആണുങ്ങൾക്കൊക്കെ പാസ് നിർമ്മിക്കുന്നത്. എൻ്റെ ചില അന്യഭാഷ സിനിമ സുഹൃത്തുക്കളോടൊക്കെ ആറ്റുകാൽ പൊങ്കാലയെ പറ്റി സംസാരിക്കുമ്പോൾ ലോകത്തിൽ ഏറ്റവും കൂടുതൽ സ്ത്രീകൾ ഒരു ദിവസം നമ്മൾ ചെയ്യുന്ന ഉത്സവമാണെന്ന് കേട്ട് അവർ അത്ഭുതപ്പെടുന്നത് ഞാൻ കണ്ടിട്ടുണ്ട്.
ലോകത്തെ ഏറ്റവും അധികം സ്ത്രീകൾ ഒരൊറ്റ ദിവസം എത്തിച്ചേരുന്ന ഇടങ്ങളുടെ പേരിൽ ഗിന്നസ് ബുക്ക് ഓഫ് റെക്കോർഡ്സ് എന്തിനേറെ തവണ ഇടം നേടിയ കാര്യങ്ങളൊക്കെ ഞാൻ അവർക്ക് പറഞ്ഞു കൊടുക്കുന്നത്. ഒപ്പം അഭിമാനത്തോടെ ഞാൻ അവരോട് പറയാറുണ്ട്, നോക്കൂ, ഇതുപോലൊരു ക്ഷേത്രോത്സവം ലോകത്ത് എൻ്റെ നാട്ടിലുണ്ട്. എന്നെ സംബന്ധിച്ച് ഇവിടെ പറഞ്ഞു, എൻ്റെ ജീവിതത്തിലെ നിർണായകമായ 2 സംഭവം 1978 സെപ്റ്റംബർ 3 അത് ഞാൻ ആദ്യമായി അഭിനയം എന്ന് പറയാവുന്ന സിനിമയായിരുന്നില്ല, മുഖം കാണിച്ച് തിരുനോട്ടം എന്ന സിനിമയുടെ പൂജ ഈ ക്ഷേത്രം